സാധി തപതിയും എന്നിവർ കേവലം മൂത്തവനായി വിവസ്വാനപത്യങ്ങൾ അര്യമാവിന്നു ചരണികൾ എന്നുതൽ പര്യായ നാമങ്ങൾ തന്നപത്യങ്ങൾ പോൽ പൂഷാവിനില്ലപത്യം ദിതിവംശൈക ഭൂഷണയായ രോചനയ ഭാര്യയിൽ ത്വഷ്ടാവിന് സന്നിവേശനും കേവലം ഇഷ്ടനാം വിശ്വരൂപൻ താനും ഇങ്ങനെ രണ്ടപത്യങ്ങൾ അതിൽ വിശ്വരൂപനെ കണ്ടു ബൃഹസ്പതിയെ കളഞ്ഞങ്ങഥ കൊണ്ടാൻ പുരോഹിതനായ അമരേന്ദ്രനെ കണ്ടകദൗഹിത്രനാകുന്നതെങ്കിലും എന്നതു കേട്ട അഭിമന്യുജൻ ശ്രീശുകൻ തന്നെ തൊഴുതു ചോദ്യം ചെയ്തിതു അഞ്ജസ എന്തിനു ദേവകൾ ഗീഷ്പതിയെ കളഞ്ഞു അന്തരാ വിശ്വരൂപം ഗുരുവായി കൊണ്ടു ചൊല്ലിത്തരേണം എന്നുള്ളതു കേട്ടുടൻ ഉള്ളം തെളിഞ്ഞരുൾ ചെയ്തിതു ശ്രീശുകൻ. സർവദൈശ്വര്യ സമൃദ്ധനായി മേവിന ദേവേന്ദ്രനെ കാൺമതിഞ്ഞു ബൃഹസ്പതി താൻ ഏകദാ ചെന്ന നേരത്ത് ഋഭുക്ഷനും മാനമതം കലർന്ന് ആദരിയായികയാൽ കോപം കലർന്നു താപേന സുരഗുരുവേപിതനായി ഗൃഹത്തിനെഴുന്നള്ളിനാൻ. പിന്നെ പരമാർത്ഥമുള്ളിലുണ്ടായളവ് ഇന്ദ്രൻ വിവേക വൈരാഗ്യ സംയുക്തനായി ചെന്നാൻ ബൃഹസ്പതിയെ പ്രസാദിപ്പിപ്പാൻ. എന്നളവെങ്ങുമേ കണ്ടീല ജീവനെ തമ്പോക്കലുള്ള അപരാധം നിമിത്തമായി ഉംബർഗോനേറ്റം പ്രയത്നേന പിന്നെയും ജീവനെ തേടി നടന്നു കാണായികയാൽ ആവിരാനന്ദം കുറഞ്ഞു വാണിയിടിനാൻ. അങ്ങനെയുള്ളൊരവസരം കേൾക്കയാലിങ് ആ സുരേന്ദ്രൻ പടയോടുകൂടവേ വന്ന് അമരാപുരി ചുറ്റും വളഞ്ഞളവുന്നതി കെട്ടു തോറ്റിടിനാർ ദേവകൾ. ചെന്നു വിരിഞ്ചനോടന്നതെല്ലാം പുനരിന്ദ്രൻ തൊഴുതുണർത്തിച്ചു നിന്നിടിനാൻ. മന്ദേതരം അത് കേട്ടു ചതുർമുഖൻ തന്നുള്ളിൽ അൻപോട് ചിന്തിച്ചു സാദരം. ഖിന്നത തീർത്തു രക്ഷിപ്പാൻ പുരോഹിതൻ തന്നെ പിരിയാതെ വേണം നിരന്തരം. സന്ദേഹമില്ലതില്ല ഞാനിതുവരും. എന്നാൽ ഇതിനിയൊന്നു വേണം ഭവാൻ ദേവകുലാചാര്യനായ ബൃഹസ്പതി ജീവപ്രസാദമുണ്ടാവോളവും മുതാ വിശ്വരൂപം ഗുരുവായി വരിച്ചാലും അങ്ങ് ഇച്ഛകളെല്ലാം വരുത്തും അവനടോ. നിശ്ചയം നന്നായി വരും എന്നരുൾ ചെയ്താൻ. നിശേഷതാപങ്ങൾ തീരുമാറങ്ങനെ വിശ്വശ്രീക്ക് അൻപോടരുൾ ചെയ്തു കേട്ടുടൻ ദുശ്ചവനൻ ചെന്ന് വിശ്വരൂപം തഥാ നിസ്സംശയം ഗുരുവായി വരിച്ചിടിനാൻ. ഉൾചേർന്നെഴും ബഹുഭക്യാഭിസാദർ പശ്ചാത്തഭയതമായി പാപനാശനവശ്യമായി മേവും പുരുഷാർത്ഥ സാധ്യമായി സത്യമായുള്ളൊരു നാരായണ കവചത്തെ ഉപദേശിച്ചിടിനാൻ ബുദ്ധിമാൻ. നിത്യം അതുകൊണ്ടും അങ്ങവൻ തന്നെ അനുവൃത്തനായി ആശ്രയം കൊണ്ടും നിരന്തരം ശക്രൻ അശേഷ ദിതിസുതന്മാരെയുമൊക്കെ ജയിച്ചു ലോകത്രൈകേന്ദ്രനായി സദ്യോ വിളങ്ങിനാൻ മുന്നേതിലേറ്റം. അങ്ങ് അദ്വൈവ വിശ്വരൂപ പ്രഭാവങ്ങളാൽ. ഹരേ തൽ പ്രഭ
പ്രഭാവ പ്രഭുവിന് ശിരസ്സു മൂന്ന് എപ്പോഴും എന്നതിലൊന്നോദനത്തിനും സോമപാനത്തിനും മദ്യപാനത്തിനും ആമവ മൂന്നും അവനു സുരഗണം മോദേന നൽകും ഹവിർഭാഗം ഏവരും സാദരം കാൺകെ വെളിച്ചമേ കേവലം ദാനവന്മാരൊളിച്ചും കൊടുപ്പോരതു താൻ അവ രണ്ടും ഭുജിക്കുമാറാകുന്നു. അങ്ങനെ വാഴുന്ന കാലം ആസുരകൾ അങ്ങു നൽകും ഹവിർഭാഗം അതേകഥാതിങ്ങും കുതൂഹലത്തോടെ ഭുജിച്ചളവ് എങ്ങു നിന്നെന്നറിഞ്ഞില്ല മഹേന്ദ്രനും ചെന്നു കണ്ട് ആശു കോപിച്ചു. വജ്രേണദാനം നവൻ തന്തല 3 മനുക്ഷണം വെട്ടിക്കളഞ്ഞു. അവ പക്ഷികളായുടൻ പെട്ടെന്ന് ഉയർന്നിത് ആകാശദേശാന്തരേ. വിശ്വരൂപ പ്രഹത്യാകൃത പാതകമച്ചിത പൂർവജനോടടുത്തു. തഥാ സത്വരമെന്നത് കണ്ടു പുരന്തരൻ ചത്വാരി ഭാഗിച്ചു വെച്ചുകൊണ്ട് ഒക്കെയും തുല്യമാക്കി. ക്ഷമാഭൂരുഹവാരിധീമല്ലാക്ഷികൾക്കൂ കൊടുത്തൊഴിച്ചേടിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ.